എല്ലാ സർട്ടിഫിക്കറ്റുകളും പൈസയും തിരിച്ചു മേടിച്ച് തിരുനെൽവേലിയിൽ പോയി വീണ്ടും 18,000 രൂപ അവിടെ അടച്ചു വേണം സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്ത് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ റൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ 4 റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ 3 റൗണ്ടിലും നമ്മൾ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ റൗണ്ടിൽ കൊടുത്തതെല്ലാം വീണ്ടും വേണം രണ്ടാമത്തെ റൗണ്ടിൽ കൊടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കാം, വേണേൽ കുറച്ച് കൊടുത്താൽ മതി. മൂന്നാമത്തെ റൗണ്ട് ഇൻഡിവിജ്വലാണ്, അവിടെ നമുക്ക് കൂടുതലോ കുറവോ എത്ര വേണമെങ്കിലും കൊടുക്കാം. എല്ലാവർക്കും സംശയം തോന്നും, ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വരുന്നു. ഒരിക്കലും ഇതിന് നിർദ്ദിഷ്ട ഒരു റൂൾ ഇല്ല. അടുത്ത റൗണ്ടിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അവസാന അലോട്ട്മെൻ്റ് ആണ്. ഇനി സെൽഫ് ഫിനാൻസിങ്ങിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളെ അടുത്ത റൗണ്ടിൽ ഗവൺമെൻറ്റിൽ പരിഗണിക്കില്ല. അങ്ങനെ വ്യക്തമായിട്ടൊരു നോട്ടിഫിക്കേഷൻ നേരത്തെ തന്നെ ഇറങ്ങും. അടുത്ത റൗണ്ടിൽ കോളേജ് മാറ്റം കിട്ടിയാൽ ഈ കോളേജിൽ നിന്ന് നമ്മൾ ആ പൈസ തിരികെ മേടിച്ച് പുതിയ കോളേജിൽ കൊണ്ട് കൊടുക്കും. അതിന് നമുക്ക് 2 തവണത്തെ ഫീസും നമ്മൾ കൈ കരുതണ്ട. ഈ കോളേജിൽ നിന്ന് പൈസ മേടിച്ച് നമുക്ക് അടുത്ത കോളേജിൽ കൊടുക്കാനുള്ള സാവകാശം ലഭിക്കും. ശിവൻ സാറിന് പോകുന്ന പ്രോഗ്രാമിൻ്റെ 96ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. നമസ്തേ ശിവൻ സാർ, ജൂൺ 14-ാം തീയതി നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് വരികയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ്, ഫീസുകളിലൊക്കെ ആയി ബന്ധപ്പെട്ട് ഇപ്പോഴും സംശയം കരുതി വെക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ശിവൻ സാർ, ആദ്യമേ തന്നെ നമുക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എന്താ? തീർച്ചയായിട്ടും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അലോട്ട്മെൻറ്റുകളുടെ സാധ്യതകളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷെഡ്യൂളൊക്കെ നമ്മൾ ഏകദേശം നമ്മൾ പറയുകയുണ്ടായി. ഒരു ജൂലൈ അവസാനത്തെ ആഴ്ചയായിരിക്കും നമ്മൾ കോളേജുകളിൽ ചെല്ലേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അപ്പം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഒരു റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റുകളിലോട്ട് എത്തുന്നത് എന്നുള്ളതാണ് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് 3ാം ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ജൂൺ 14-ാം തീയതി നീറ്റ് റിസൾട്ട് വരുന്നു. അതിനുശേഷം നമ്മൾ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കേരളയുടെ സൈറ്റിൽ ആഡ് ചെയ്ത് ജൂലൈ ആദ്യത്തെ ആഴ്ചയാകുമ്പോഴേക്കും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടിക്ക് 2 റാങ്കുകളുണ്ട്. ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട്, ഒരു കേരള മെഡിക്കൽ റാങ്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും നമുക്കറിയാം 720 കിട്ടിയ കുട്ടിയാണെങ്കിലും 200 മാർക്ക് കിട്ടിയ കുട്ടിയാണെങ്കിലും അയാളുടെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞറിവുകൾ മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ടൊരു ധാരണയിലെത്താനായിട്ടില്ല. എന്നാൽ ജൂൺ 14-ാം തീയതി ഓൾ ഇന്ത്യ റാങ്ക് വരികയും ജൂലൈ ആദ്യത്തെ ആഴ്ച കേരള മെഡിക്കൽ റാങ്ക് വരുമ്പോഴേക്കും മുൻ വർഷങ്ങളിലെ സാധ്യതകൾക്കനുസരിച്ച് കൃത്യമായിട്ട് ഏത് കോളേജുകളാണ് പ്രവേശനം എന്നുള്ളത് അറിയാൻ സാധിക്കും. അപ്പം അതിനനുസരിച്ച് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിൽ കിട്ടുന്നതിൻ്റെ, ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടുന്നതിൻ്റെ, NRI സീറ്റ്, അല്ലെങ്കിൽ ഡീംഡ്, അല്ലെങ്കിൽ മെഡിക്കലിൻ്റെ മറ്റുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ CUET, ഐസറോ, നൈസറോ, ഡിഗ്രിയോ, ഏതൊക്കെ കോളേജുകളുടെ പ്രവേശനം എന്നൊക്കെ ഉള്ളതിൻ്റെ സാധ്യതകൾ കൃത്യമായിട്ടും ഓൾ ഇന്ത്യ ലെവലിലുള്ള സാധ്യതകൾ ജൂൺ 14-ാം തീയതിയും കേരളത്തിലെ സാധ്യതകൾ ജൂലൈ ആദ്യത്തെ ആഴ്ചയും കുട്ടികൾക്ക് വ്യക്തമായി മനസ്സിലാവും. പിന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സാധ്യതകൾക്കനുസരിച്ച്, നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓരോ വെബ്സൈറ്റുകളിലും നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ തലത്തിലുള്ള സാധ്യതകൾ mcc.nic.in, മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റാണ് mcc.nic.in. അപ്പോൾ ജൂൺ 14-ാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ തലത്തിൽ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുട്ടികൾ സമീപിക്കേണ്ട വെബ്സൈറ്റാണ് mcc.nic.in. അതുപോലെ തന്നെ കേരളത്തിലെ അലോട്ട്മെൻറ്റുകൾ, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, ദന്തൽ കോളേജുകൾ, ആയുർവേദം, അഗ്രികൾച്ചർ, വെറ്റിനറി, അതിനെല്ലാം നമ്മൾ കീം 2024 ce.kerala.gov.in ഈ 2 വെബ്സൈറ്റുകൾ വഴിയാണ് മുമ്പോട്ട് പോകേണ്ടത്. കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ KEA, കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴി മുമ്പോട്ട് പോകണം. CMC വെല്ലൂരോ തമിഴ്നാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലാണ് താല്പര്യമെങ്കിൽ തമിഴ്നാടിൻ്റെ വെബ്സൈറ്റ് വഴി TN മെഡിക്കൽ സെലക്ഷൻ വഴി പോകണം. അപ്പം ഇങ്ങനെ അവനവൻ്റെ സാധ്യതകൾക്കനുസരിച്ച് ഓരോരോ വെബ്സൈറ്റുകൾ തിരഞ്ഞെടുക്കണം. ഒരു വെബ്സൈറ്റിൽ മാത്രമല്ല, ഒരു കുട്ടിക്ക് തന്നെ പല വെബ്സൈറ്റുകളിൽ, കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജ് നോക്കുന്ന കുട്ടിക്ക് സെൻറ്റ് ജോൺസ് താല്പര്യമുണ്ടെങ്കിൽ കർണാടകത്തിൽ നോക്കാം, വെല്ലൂർ താല്പര്യമുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റെ വെബ്സൈറ്റ് നോക്കാം. അതൊക്കെ കൃത്യമായിട്ടും അതാത് വെബ്സൈറ്റുകൾ വഴി ഷെഡ്യൂളുകൾ വരികയും അതിനനുസരിച്ച് വിവിധ വെബ്സൈറ്റുകൾ വഴി നമ്മുടെ പ്രിഫറൻസ് ഓർഡർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
അത് എന്തിനെ ആശ്രയിച്ചായിരിക്കണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, സാധ്യതകൾ അറിയാൻ പറ്റും, അതൊക്കെ മുൻവർഷത്തെ സാധ്യതകൾക്കനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഓരോ റാങ്ക് ഉള്ളവരും ഓരോ കോളേജുകളെ എങ്ങനെ തിരിച്ചറിയാം, ഓൾ ഇന്ത്യയിലുള്ള 350 കോളേജുകളെ, കേരളത്തിലെ കോളേജുകൾ, മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കോളേജുകളെയൊക്കെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് അവർക്ക് അവരുടെ പ്രിഫറൻസ് ആഗ്രഹത്തിൻ്റെയും, അപ്പം ആഗ്രഹത്തിനനുസരിച്ച് കിട്ടാൻ സാധ്യതകൾക്കനുസരിച്ച് ഇത് രണ്ടും പരിഗണിക്കണം. നമുക്ക് ആഗ്രഹമുള്ളതായിരിക്കണം ആദ്യം, കിട്ടാൻ സാധ്യതയുള്ളതിലും അതിനകത്തുണ്ടായിരിക്കണം. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും മിനിമം എനിക്ക് ഏതെങ്കിലും വേണോ അതെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ലിസ്റ്റായിരിക്കണം നമ്മൾ ഓരോ സൈറ്റുകളിലും കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ വിവിധ വെബ്സൈറ്റ് വഴി നമ്മൾ ഓപ്ഷനുകൾ കൊടുക്കുകയും 4 ഘട്ടമായിട്ട് അലോട്ട്മെൻറ്റുകൾ, 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം, 4-ാം ഘട്ടം, അങ്ങനെ 4 അലോട്ട്മെൻറ്റുകളിലൂടെ നമുക്ക് ഏറ്റവും റാങ്കിൻ്റെയും റിസർവേഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടാൻ അർഹതയുള്ള ഏറ്റവും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും നമ്മളവിടെ പ്രവേശനം നടത്തുകയും ചെയ്യും. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോൾ സെപ്റ്റംബർ 28 ഈ വർഷത്തെ MBBSൻ്റെയും BDSൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ അവസാനിക്കും. 4-ാം ഘട്ടവും അവസാനിക്കും. അലൈഡ് കോഴ്സുകൾ, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദമൊക്കെ വീണ്ടും അവർക്ക് അങ്ങനെ ഒരു ടൈം ഷെഡ്യൂളൊന്നുമില്ല. വീണ്ടും ഒക്ടോബർ, നവംബറും ഒക്കെ ആയിട്ട് വേക്കൻസി വരുന്നതനുസരിച്ച് വീണ്ടും ഫില്ല് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് വിവിധ വെബ്സൈറ്റുകൾ വഴി ഓപ്ഷനുകൾ കൊടുക്കുകയും അലോട്ട്മെൻറ്റുകളിൽ നമ്മുടെ പേര് വരികയും നമ്മുടെ റാങ്കിനനുസരിച്ച് സീറ്റ് കിട്ടുകയും അതിനനുസരിച്ച് പോയി ചേരുകയും ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സാർ, അതുപോലെ തന്നെ MCCയുടെ സൈറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ, അപ്പോൾ അതിൽ ഏതൊക്കെ ഓപ്ഷനുകൾ വിദ്യാർത്ഥികൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും, ഇതിലൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും സാർ? തീർച്ചയായിട്ടും ഏതൊരു വിദ്യാർത്ഥിയുടെ ഒരു ആഗ്രഹമാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ്. അങ്ങനെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റാണ് mcc.nic.in. ആർക്കാണ് ഇതിനകത്ത് കൊടുക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ കൊടുക്കാൻ സാധ്യതയുള്ളൂ? നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും. അപ്പം കഴിഞ്ഞ തവണ 137 മാർക്കായിരുന്നു 50%, അതിന് മുകളിലുള്ള എല്ലാവർക്കും. ഇത്തവണ 50% എത്രയാകാം? 200 വരെയൊക്കെ ആകാം. അതിന് മുകളിലുള്ള എല്ലാവർക്കും അവനവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഇന്ത്യയിലുള്ള ഏത് കോളേജുകളും mcc.nic.in ഓപ്ഷൻ കൊടുക്കാം. ഇനി സാധ്യതകൾ ഇവർക്കെല്ലാവർക്കും കിട്ടാനുള്ള അത്ര സീറ്റുണ്ടോ? ഇല്ല. അതിൻ്റെ സാധ്യതകൾ മുൻ വർഷങ്ങളിലെ നോക്കിയിട്ട് വേണം നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ ഓപ്ഷൻ കൊടുക്കാനെന്ന് മാത്രം. ഇനി ഏതൊക്കെ കോളേജുകളാണ് MCCക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുക? ഇന്ത്യയിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ 350 എണ്ണം. അതിനകത്ത് കേരള എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ 12 കോളേജുകൾ കാണാം. അപ്പം ഓൾ ഇന്ത്യ തലത്തിലുള്ള അലോട്ട്മെൻറ്റിനും കേരളത്തിലെ കോളേജുകൾ, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ വെക്കാം. കേരളത്തിൽ കീം വഴി മാത്രമല്ല, കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും 15% സീറ്റുകൾക്കും കേരളത്തിലെ കുട്ടികൾക്കും ഓൾ ഇന്ത്യ തലത്തിൽ അഡ്മിഷൻ എടുക്കാം. എന്നാൽ സ്വകാര്യ മേഖലയിലോ അതില്ല. കേരളത്തിലെ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ MCCയുടെ സൈറ്റിലില്ല. അത് കീമിൻ്റെ വെബ്സൈറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ MCCയിൽ ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത്? കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റുകൾ, ഏതാണ്ട് 256 MBBS സീറ്റുകൾ അതിനകത്ത് കേരളത്തിലെ കുട്ടികൾക്ക് കൊടുക്കാം. തമിഴ്നാട്ടിലെ 35 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 15%, കർണാടകത്തിലെ 24 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ 15%, അങ്ങനെ ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും 350 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ 15% ഗവൺമെൻറ് MBBS സീറ്റുകൾ, 8000 MBBS സീറ്റുകളാണ് mcc.nic.in വെബ്സൈറ്റിനകത്ത് എല്ലാ കുട്ടികൾക്കും, ഈ ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ആർക്കൊക്കെ കൊടുക്കാമെന്നുള്ളതിൻ്റെ ഒരു സംശയം തീർന്നു കാണുമല്ലോ. എല്ലാവർക്കും കൊടുക്കാം, ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കാം. എത്ര ഓപ്ഷൻ കൊടുക്കാം? അതിനകത്തുള്ള മുഴുവൻ ഓപ്ഷനും കൊടുക്കാം. ഒരാൾക്ക് 10 കൊടുക്കാവുള്ളൂ, ഒരാൾക്ക് 100 കൊടുക്കാവുള്ളൂ, ഒരാൾക്ക് 100, അങ്ങനെയൊന്നുമില്ല. അയാളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ആ സീറ്റുകളെല്ലാം കാണിക്കും. അത് മുഴുവൻ കൊടുക്കാം. അതെങ്ങനെ തിരിച്ചറിയാം? ഇപ്പോൾ കേരളത്തിലാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ കേരള എന്ന് അടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോളേജുകൾ കിട്ടും. കേരളത്തിലെ കോളേജുകൾ ആദ്യം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലാണ് പഠിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ കോളേജുകൾ തിരിച്ചറിയാൻ തമിഴ്നാട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കർണാടകത്തിൽ കൊടുക്കാം. എല്ലാം കൊടുക്കേണ്ടതുണ്ടോ? നമ്മളുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണോ നമുക്ക് സാധ്യതയുള്ളത് അത്രയും കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലും കുറഞ്ഞ റാങ്കുള്ള ആൾ അത് വെച്ചെടുത്തുകൊണ്ട് പോകും. എൻ്റെ റാങ്ക് 10,000 ഞാൻ കേരളത്തിലെ മാത്രമേ പഠിക്കുന്നുള്ളെങ്കിൽ ഓൾ ഇന്ത്യയിലും കേരളം കൊടുക്കാം, കേരള വഴിയും കേരളം കൊടുക്കാം. അതല്ല, മിനിമം ഒരു ഗവൺമെൻറ് സീറ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളവും കർണാടകവും തമിഴ്നാടും ഒക്കെ കൊടുക്കണം. അപ്പോൾ ഒരു ചോദ്യം വരും, കേരളത്തിലെ മുഴുവൻ കോളേജ്,
തമിഴ്നാട്ടിലെ മൊത്തം കോളേജ് അങ്ങനെയാണോ വെക്കേണ്ടതെന്ന്. അങ്ങനെയല്ല വെക്കേണ്ടത്. അത് നമ്മൾ പറഞ്ഞിരുന്നു. നല്ല കോളേജുകളുടെ ഓർഡർ വെക്കണം. എങ്ങനെയാണ്? കേരളത്തിലെ ഏറ്റവും താല്പര്യമുള്ള 1, 2, 3 കോളേജുകൾ, അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഏറ്റവും ടോപ്പ് വരുന്ന ഒരു 6, 7 കോളേജുകൾ, പിന്നെ കർണാടകത്തിലെ ഒരു 8, 9 കോളേജുകൾ, വീണ്ടും കേരളത്തിലെ ബാക്കിയുള്ള കോളേജ്, തമിഴ്നാട്ടിലെ. അപ്പം അവിടെ കോളേജുകൾക്കാണ് പ്രാധാന്യം. ഇനി അതല്ല, ഒരു കുട്ടിക്ക് കേരളത്തിലേ പോകുള്ളൂ, കേരളത്തിലെ കോളേജുകളെല്ലാം വെക്കാം. കണ്ടോ, അവിടെ ഇന്ന പ്രിഫറൻസ് വെക്കണം എന്നൊന്നുമില്ല. അവിടെ 350 കോളേജും ഇൻഡിവിജ്വലാണ്, ഏത് വേണമെങ്കിലും വെക്കാം. mcc.nic.in എന്ന വെബ്സൈറ്റിനകത്ത് ഇന്ത്യയിലുള്ള 350 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെയും MBBS സീറ്റുകൾ നിങ്ങൾക്ക് ഏത് ഓർഡറിലും വെക്കാം. സംസ്ഥാന തലത്തിൽ വെക്കാം, കോളേജുകളുടെ പ്രിഫറൻസ് ഓർഡറിൽ വെക്കാം, കുറച്ച് കോളേജുകൾ മാത്രമായിട്ട് വെക്കാം. അവിടെ അതിനൊന്നും യാതൊരു ലിമിറ്റേഷനും ഇല്ല. ഇനി അവിടെ നമുക്ക് ബാക്കി MCCക്കകത്ത് എന്തൊക്കെയുണ്ട്? എയിംസിൻ്റെ 20 കോളേജുകളുണ്ട്. അവിടെ നമുക്ക് സ്റ്റേറ്റ് ഡൊമിസിലൊന്നുമില്ല. എയിംസിൻ്റെ 20 കോളേജിലെ മുഴുവൻ സീറ്റും 2200 സീറ്റും അതിനകത്തുണ്ട്. എല്ലാ കുട്ടികൾക്കും ഓപ്ഷൻ കൊടുക്കാം. ജിപ്മർ 2 കോളേജുകളിലെ 189 സീറ്റുകളുണ്ട്, അതും വെക്കാം. AFMCക്ക് വെക്കാം. ESI IP വാർഡുകളായിട്ടുള്ളവർക്ക് ആ IP സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തവർക്ക് മാത്രം ഈ 11 ESI മെഡിക്കൽ കോളേജുകളിലെ IP സീറ്റ് 456 MBBS സീറ്റ് കൂടുതലായിട്ട് കാണിക്കും. അപ്പം ESI IP ആണെങ്കിൽ അയാൾക്ക് കൊല്ലത്ത് 2 ഓപ്ഷൻ കാണിക്കും. ESI കൊല്ലം ഗവൺമെൻറ് സീറ്റ്, ESI IP കൊല്ലം സീറ്റ്, ESI ഗവൺമെൻറ് കോയമ്പത്തൂർ സീറ്റ്, ESI IP കോയമ്പത്തൂർ. അങ്ങനെ ESIയുടെ 11 കോളേജിലും 2 ഓപ്ഷൻ ഇൻഷുർഡ് പേഴ്സൺസിൻ്റെ മക്കൾക്ക് മാത്രം കാണിക്കും. അല്ലാത്ത ജനറൽ വിഭാഗത്തിനോ ESIയുടെ 11 കോളേജുകളിലെ 15% സീറ്റുകൾ കാണിക്കും. അപ്പം ESI 11 മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റുകൾ എല്ലാവർക്കും കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ബാക്കി 456 സീറ്റുകൾ IP-കാർക്ക് മാത്രമേ കൊടുക്കാനായിട്ട് വരും. അവരത് കാണുകയുള്ളൂ. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അയാൾക്ക് അർഹതയുള്ള എല്ലാ സീറ്റുകളും ഉണ്ടാവും. അത്ര ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? mcc.nic.in എന്ന വെബ്സൈറ്റിനെ നമ്മൾ ആരാണ് സമീപിക്കേണ്ടത്? ക്വാളിഫൈ ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും സമീപിക്കാം. എത്ര ഓപ്ഷൻ കൊടുക്കാം? അതിനകത്ത് കാണുന്ന മുഴുവൻ ഓപ്ഷനും കൊടുക്കാം. അതിനകത്ത് MBBSും BDSും മാത്രമേ ഉള്ളൂ. ആയുർവേദമോ ഹോമിയോ ഒന്നുമില്ല. MBBSും BDSും മാത്രം. ഓൾ ഇന്ത്യ കോട്ട, ഇന്ത്യയിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും 15%, കേരളത്തിലെ കോളേജുകളും അതിനകത്തുണ്ട്. എയിംസ് 20 കോളേജ്, ജിപ്മർ 2 കോളേജ്, AFMC, ESI മെഡിക്കൽ കോളേജ് 11. ഇതാണ് ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകൾ. ഇനി നമുക്ക് മാർക്ക് കുറവാണെങ്കിലും കുറേ അധികം കുട്ടികൾ കാത്തിരിക്കുന്നുണ്ട് ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ സീറ്റുകൾ. മണിപ്പാലും അമൃതയും എനപ്പോയും JSSും ബെൽഗാവിയും ഒക്കെ പോലുള്ള 52 ഡീംഡ് മെഡിക്കൽ കോളേജുകളിലെ 8000 MBBS സീറ്റുകളും MCCയുടെ സൈറ്റിലുണ്ട്. അതും നമുക്ക് എല്ലാവർക്കും വേണം ഓപ്ഷൻ കൊടുക്കാം. നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കാം. എല്ലാത്തിൻ്റെയും കോളേജുകളിൽ എന്തൊക്കെയുണ്ട്? MBBS ഉണ്ട്, BDSും ഉണ്ട്. നമ്മളുടെ പ്രിഫറൻസ് MBBS ആണെങ്കിൽ അത് ആദ്യം കൊടുക്കുക, BDS വേണമെന്നുണ്ടെങ്കിൽ BDS രണ്ടാമതായിട്ട് കൊടുക്കുക. അപ്പം ഇതാണ് MCCയുടെ സൈറ്റ്. ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഗവൺമെൻറ് മേഖലയിലുള്ള കോളേജുകളിൽ മാത്രമേ ഓപ്ഷൻ കൊടുക്കുന്നുള്ളെങ്കിൽ 10,000 രൂപയാണ് ജനറൽ വിഭാഗത്തിന് രജിസ്ട്രേഷൻ ഫീസ്. OBC വിഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ SC ST വിഭാഗമാണെങ്കിൽ 5,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. എന്നാൽ അമൃതയോ മണിപ്പാലോ പോലുള്ള ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ ഓപ്ഷൻ കാണുകയെങ്കിലും ചെയ്യണമെങ്കിൽ 2 ലക്ഷം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഡീംഡിലാണ് പോയി ചേരുന്നതെങ്കിൽ ഈ 2 ലക്ഷം നമുക്ക് തിരിച്ചു കിട്ടും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് എടുക്കാതിരുന്നാൽ രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം mcc.nic.in എന്ന സൈറ്റിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. ഈ കോളേജുകൾക്ക് നമ്മളിപ്പോൾ ഈ പറഞ്ഞ തരത്തിലുള്ള കോളേജുകൾക്ക് 4 ഘട്ട അലോട്ട്മെൻറ്റുകളുണ്ട്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് റൗണ്ട് 4. ഇതുപോലെ തന്നെയാണ് കേരള കീം 2024 കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് ce.kerala.gov.in. അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഒരു ഘട്ടത്തിൽ MBBSും BDSും മാത്രം. മറ്റൊരു ഘട്ടത്തിൽ ഒരു MBBSും BDSും കഴിഞ്ഞാൽ തൊട്ടടുത്ത ആഴ്ചയിൽ അലൈഡ് കോഴ്സുകൾ, അഗ്രികൾച്ചറൽ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, B.Pharm അതുപോലുള്ള കോഴ്സുകളെല്ലാം കൂടെ മറ്റൊരു ഘട്ടത്തിൽ. അതെല്ലാം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? ഇതുപോലെ തന്നെ നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവർക്കും ഈ കോഴ്സ് ഓപ്ഷൻ വെക്കാം. അവിടെയും രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, ഇതുപോലെ തന്നെ ഫീസ്. പക്ഷേ അവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജ് കൊടുക്കണമെങ്കിലും ആദ്യത്തെ ഘട്ടങ്ങളിലൊന്നും കൊടുക്കണ്ട. ഈ 10,000 രൂപ നമ്മുടെ കേരളയുടെ സൈറ്റിൽ കൊടുത്ത രജിസ്ട്രേഷൻ ഫീസ് ഗവൺമെൻറ് ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും 10,000 അടച്ചാൽ മാത്രം മതിയാകും.
എന്നാൽ ലാസ്റ്റത്തെ അലോട്ട്മെൻറ്റിലൊക്കെ സെൽഫ് ഫിനാൻസിങ് ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ 1,00,000 രൂപയൊക്കെ ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. പക്ഷേ ആദ്യത്തെ 3 ഘട്ടങ്ങളിൽ 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അവിടെയും നമുക്ക് SC/ST വിഭാഗത്തിനൊക്കെ ഈ OEC വിഭാഗമൊക്കെ ആണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പം ഇതാണ് 2 സൈറ്റുകൾ. ഇനി കർണാടകത്തിൻ്റെ സൈറ്റിൽ എന്തൊക്കെയുള്ള KEയുടെ സൈറ്റിൽ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജും രാമയ്യയും കെമ്പഗൌഡയും പോലെയുള്ള 10 ലക്ഷത്തിന് മുകളിൽ MBBSന് ഫീസ് വരുന്ന കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ്, 13.5 ലക്ഷത്തിന് മുകളിൽ വരുന്ന PSG മെഡിക്കൽ കോളേജ്, CMC വെല്ലൂർ പോലെയുള്ളത് TN മെഡിക്കൽ സെലക്ഷനകത്ത്. ഇതാണ് പല വെബ്സൈറ്റിലുമുള്ള കോളേജുകൾ. ഇതിൽ നമ്മളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് പ്രിഫറൻസ് ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇതാണ് ജൂലൈ ആദ്യത്തെ ആഴ്ച മുതൽ സെപ്റ്റംബർ 28 വരെയുള്ള 3 മാസങ്ങളിൽ 4 റൗണ്ടുകളിലായിട്ട് നടക്കുന്നത്. ഓരോ വെബ്സൈറ്റുകളിലും 4 റൗണ്ടുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് 4 റൗണ്ടുണ്ട്, കേരളത്തിൽ കീമിന് 4 റൗണ്ടുണ്ട്, കർണാടകത്തിൽ 4 റൗണ്ടുണ്ട്, തമിഴ്നാട്ടിൽ 4 റൗണ്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഷെഡ്യൂൾ നേരത്തെ തന്നെ കിട്ടും. ഓരോ അലോട്ട്മെൻറ്റുകൾ എപ്പോഴാണ് നടക്കുന്നത്, അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് എപ്പോഴാണ്. ഓരോ അലോട്ട്മെൻറ്റുകളും പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ പോയി കോളേജിൽ പോയി ചേരണം. 1-ാം ഘട്ടത്തിൽ നിന്നും 2-ാം ഘട്ടത്തിലുള്ളൊരു മാറ്റം കിട്ടിയാൽ ആദ്യത്തെ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റുകളെല്ലാം മേടിച്ച് പൈസയും തിരിച്ച് മേടിച്ച് വേണം പുതിയ കോളേജിൽ പോയി ചേരാൻ. ഓട്ടോമാറ്റിക് മാറില്ല. ആദ്യത്തെ കോളേജിൽ ഒരു കോളേജ് കിട്ടി, നമുക്ക് കേരളത്തിലൊരു സെൽഫ് ഫിനാൻസും കിട്ടി, നമ്മൾ 8 ലക്ഷം അടച്ച് ചേർന്നു. 2-ാം ഘട്ടം ഓൾ ഇന്ത്യ ആയപ്പോഴേക്കും അവിടെ ഗവൺമെൻറ് തിരുനെൽവേലി കിട്ടി. നമ്മൾ ജൂബിലിയിൽ പോയി എല്ലാ സർട്ടിഫിക്കറ്റുകളും പൈസയും തിരിച്ച് മേടിച്ച് തിരുനെൽവേലിയിൽ പോയി വീണ്ടും 18,000 രൂപ അവിടെ അടച്ചു വേണം സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്ത് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സർ, അതുപോലെ തന്നെ 4 റൗണ്ടുകളാണുള്ളത് അല്ലേ? അതെ. അപ്പോൾ അതിൽ നമ്മുടെ പേരൻസിനും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഉള്ളൊരു സംശയമാണ് ഈ സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്. അപ്പോൾ അതെന്താണ്, അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ? റൗണ്ട് 1ഉം 2 എന്ന് പറയുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, അങ്ങനെ തന്നെയാണ്. 3-ാമത്തെ റൗണ്ടിനെ മോപ്പപ്പ് റൗണ്ട് എന്ന് പറയും. 4-ാമത്തെ റൗണ്ടിനെയാണ് സ്ട്രേ വേക്കൻസി അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റൗണ്ട് 1 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പങ്കെടുക്കാം. അതിനകത്ത് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഈ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന എല്ലാവരും അവരുടെ MBBSൻ്റെ ഓപ്ഷനോ ആഗ്രഹം ഉണ്ടെങ്കിൽ BDSൻ്റെ ഓപ്ഷനൊക്കെ വെച്ചിട്ട് എല്ലാവരും ഓപ്ഷൻ കൊടുക്കുന്നു. 2-ാം ഘട്ടം എന്ന് പറയുമ്പോഴേക്കും ആദ്യത്തെ ഘട്ടത്തിൽ കിട്ടിയിട്ട് ചേർന്നവരുണ്ട്, അവർക്ക് ഹയർ കോളേജിലോട്ട് മാറാനുള്ള അവസരമാണ്. അങ്ങനെ ആദ്യത്തെ കോളേജിൽ കിട്ടി നമ്മൾ അവിടെ പോയി ചേർന്നിരുന്നു. 2-ാം ഘട്ടത്തിൽ പുതിയ കോളേജ് കിട്ടിയെങ്കിൽ അവിടെ നിന്ന് എല്ലാ സർട്ടിഫിക്കറ്റും മേടിച്ച് 2-ാമത്തെ ഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ ചേർന്ന് പഠിക്കുക, അവിടെ തന്നെ തുടർന്ന് പഠിക്കുകയും ചെയ്യാം. അങ്ങനെ റൗണ്ട് 1ഉം 2ഉം കോമൺ, എല്ലാവർക്കും പങ്കെടുക്കാം. റൗണ്ട് 3 മോപ്പപ്പ് റൗണ്ട് ആകുമ്പോഴേക്കും 2-ാം റൗണ്ടിൽ കിട്ടിയവരെല്ലാം അവിടെ ലോക്കായിട്ട് നിൽക്കും. 2 റൗണ്ടുകൾക്ക് ശേഷവും വേക്കൻസി വരുന്നതാണ് 3-ാമത്തെ മോപ്പപ്പ് റൗണ്ട് എന്ന് പറയുന്നത്. അതിന് നമ്മൾ വീണ്ടും ഓപ്ഷൻ കൊടുക്കും. ഓൾ ഇന്ത്യ റൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ 4 റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ 3 റൗണ്ടിലും നമ്മൾ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കുക ചെയ്യുന്നത്. 1-ാമത്തെ റൗണ്ടിൽ കൊടുത്തതെല്ലാം വീണ്ടും വേണേൽ 2-ാമത്തെ റൗണ്ടിൽ കൊടുക്കണം, അല്ലെ കൂടുതൽ കൊടുക്കാം, വേണേൽ കുറച്ച് കൊടുത്താൽ മതി. 3-ാമത്തെ റൗണ്ട് ഇൻഡിവിജ്വലാണ്, അവിടെ നമുക്ക് കൂടുതലോ കുറവോ എത്ര വേണേലും കൊടുക്കാം. 4-ാമത്തെ സ്ട്രേ വേക്കൻസി സ്പോട്ട് അലോട്ട്മെൻറ്റിന് പുതിയതായിട്ട് കൊടുക്കാനാവില്ല. 3-ാമത്തെ റൗണ്ടിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ, കിട്ടാത്തവരെ മാത്രമേ 4-ാമത്തെ റൗണ്ടിൽ 3-ാമത് കൊടുത്തു വച്ചിരിക്കുന്ന ഓപ്ഷൻ പരിഗണിക്കുകയുള്ളൂ. അപ്പം മോപ്പപ്പ് റൗണ്ട് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ആദ്യത്തെ റൗണ്ടിലും ചേരാതെ വരുന്ന വേക്കൻസികൾക്ക് പുതിയതായിട്ട് ഓപ്ഷൻ ക്ഷണിക്കുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. ഓപ്ഷൻ ഏതൊക്കെ കോളേജുകൾ വേക്കൻസി ഉണ്ടെന്ന് കാണിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ 3-ാമത്തെ റൗണ്ടിൽ പുതിയതായിട്ട് കൊടുക്കാം. അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ പോയി ചേരാം, അവിടെ പഠിക്കാം, പിന്നൊരു മാറ്റമില്ല. 3-ാമത്തെ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ചെയ്തിട്ട് പോയില്ലെങ്കിലോ 4-ാമത്തെ റൗണ്ടിൽ പരിഗണിക്കുകയല്ല. 3-ാമത്തെ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടി, പോയില്ല, 4-ാമത്തെ റൗണ്ടിൽ പരിഗണിക്കുകയല്ല. 4-ാമത്തെ റൗണ്ടിൽ വീണ്ടും വേക്കൻസി വന്നു, അതാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലും 3-ാം ഘട്ടത്തിലും ഒന്നും ചേരാതെ വരുന്ന അവസാനം കിടക്കുന്ന കുറച്ച് സീറ്റുകൾ, 8,000 MBBS സീറ്റുകളുണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ആകുമ്പോൾ ഒരു 250 MBBS സീറ്റേ കാണുള്ളൂ. ഫസ്റ്റ് റൗണ്ടിൽ 8,000 ഉണ്ടായിരുന്നു, സെക്കൻഡ് റൗണ്ടിൽ 5,000 ഉണ്ടായിരുന്നു, തേർഡ് റൗണ്ട് ആകുമ്പോഴേക്കും അതൊരു 1,100 ആകും. സ്പോട്ട് അലോട്ട്മെൻറ്റ് ആകുമ്പോൾ ഒരു 200 സീറ്റ് വേക്കൻസി കാണും. അത് ഈ 3 ഘട്ടത്തിലും ചേരാതെ ഒഴിവ് വരുന്ന സീറ്റിനെയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും കിട്ടുമോ? 3-ാമത്തെ റൗണ്ടിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നവരെ മാത്രമേ അതിനകത്ത് പരിഗണിക്കുകയുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടാത്തവരെ എല്ലാവർക്കും കൊടുക്കാൻ അവസരം ഉണ്ടായിരുന്നു. നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കാം. സ്പോട്ട് അലോട്ട്മെൻറ്റിനനുസരിച്ച് ചുമ്മാ കൊടുക്കുമോ? ഇല്ല. അതും റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഓർഡറിൽ തന്നെയുള്ള അലോട്ട്മെൻറ്റ് തന്നെയാണ്. 3 റൗണ്ടുകൾക്ക് ശേഷം വരുന്ന വേക്കൻസി കാണിക്കും. 3-ാമത്തെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ട് 4-ാമത്തെ സീറ്റ് വേക്കൻസി അങ്ങ് ഫില്ല് ചെയ്യും. അതാണ് 4-ാമത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്.
കേരളയുടെയും അതുപോലെ തന്നെയാണ്. മൂന്നാമത്തെ റൗണ്ടുകൾക്ക് ശേഷം വരുന്ന അലോട്ട്മെൻറ്റുകൾക്ക് നാലാമത്തെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ വേക്കൻസികൾ കാണിക്കും. മൂന്നാമത്തെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ പരിഗണിച്ച് നാലാമത്തത് കൊടുത്തുകൊണ്ട് ഫില്ല് ചെയ്യും. അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ഇതിനകത്ത് വേക്കൻസികൾ വരാനായിട്ട്. പക്ഷേ അതും എത്രയൊക്കെ വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാം. അതിനനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുന്നു, അലോട്ട്മെൻറ്റ് എടുക്കുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. സാർ അതുപോലെ തന്നെ ശിവൻ സാറിന് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഒരു സമയമൊക്കെ ഒരുപാട് സാറ് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ. അപ്പോൾ സാർ ഈ അലോട്ട്മെൻറ്റിനൊക്കെ എപ്പോഴും ഒരു ഫിക്സഡ് റൂൾസ് തന്നെയാണോ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതിലെന്തെങ്കിലും മാറ്റങ്ങൾ? തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് അല്ലെ മോപ്പപ്പ് റൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയം തോന്നും, ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വരുന്നു. ഒരിക്കലും ഇതിന് നിർദ്ദിഷ്ട ഒരു റൂളില്ല. ആദ്യം ഇപ്പോൾ ഉടനെ ഈ അടുത്ത ആഴ്ച തന്നെ NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്യും. എപ്പോഴാണ് ഓൾ ഇന്ത്യ റൗണ്ട് നടത്തേണ്ടത്, എപ്പോഴാണ് സ്റ്റേറ്റ് റൗണ്ട് നടത്തേണ്ടത് എന്നുള്ളത്. പിന്നീട് അതാത് അതോറിറ്റിക്ക് തീരുമാനിക്കാം ഇതെങ്ങനെ നടത്തണം, ആരെയൊക്കെ മോപ്പപ്പിൽ പങ്കെടുപ്പിക്കണം, ആരെയൊക്കെ സ്പോട്ടിൽ പങ്കെടുപ്പിക്കണം, സ്പോട്ടിൻ്റെ നിയമം എന്തായിരിക്കണം, അതൊക്കെ അപ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ വഴിയുള്ള തീരുമാനങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇതിനൊന്നൊരു ഫിക്സഡ് ആയിട്ടുള്ള റൂളുകളൊന്നുമില്ല. മൂന്നാമത്തെ റൗണ്ടിൽ സ്വകാര്യ മേഖലയിൽ ചേർന്ന് കഴിഞ്ഞാൽ നാലാമത്തെ റൗണ്ടിൽ അവരെ ഗവൺമെൻറ്റിൽ പങ്കെടുപ്പിക്കണമോ, അതൊക്കെ അവിടുത്തെ ആ എൻട്രൻസ് അതോറിറ്റിക്ക് തീരുമാനിക്കാം. അതെല്ലാ കാലങ്ങളിലും ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടത്തക്ക രീതിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരമുള്ളത് എങ്ങനെ, ആ രീതിയിലാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അത് അതാത് സമയത്തിനനുസരിച്ച് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ അറിയിക്കും. അടുത്ത റൗണ്ടിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അവസാന അലോട്ട്മെൻ്റ് ആണ്, ഇനി സെൽഫ് ഫിനാൻസിങ്ങിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളെ അടുത്ത റൗണ്ടിൽ ഗവൺമെൻറ്റിൽ പരിഗണിക്കില്ല, അങ്ങനെ വ്യക്തമായിട്ടൊരു നോട്ടിഫിക്കേഷൻ നേരത്തെ തന്നെ ഇറങ്ങും. അതനുസരിച്ച് നമ്മൾ വിവിധ ഘട്ടങ്ങളെ സമീപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനൊന്നൊരു ഫിക്സഡ് ആയിട്ടുള്ള റൂളുകളല്ല. കാലാകാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉപകാരമുള്ളത് ഏത് രീതിയിലാണോ അതനുസരിച്ച് അതാത് എൻട്രൻസ് കമ്മീഷണർമാർ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് മാത്രം. അത് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാകുകയും ചെയ്യും. സാർ അതുപോലെ തന്നെ ഇപ്പോഴും ആളുകൾക്കുള്ളൊരു സംശയമാണ്, പേരൻസിനൊക്കെ ഉള്ളൊരു സംശയമാണ് ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള ഫീസുകളെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമുക്കറിയാം വിവിധ അലോട്ട്മെൻറ്റുകൾ നടക്കുമ്പോൾ എത്രത്തോളം പൈസ നാം കരുതേണ്ടതായിട്ടുണ്ടാവും എന്നൊരിതുണ്ടാവും. അപ്പം നമുക്കറിയാം ഒരു ജൂലൈ 25 കൂടിയാണ് നമുക്ക് ഫീസ് അടയ്ക്കേണ്ട സമയമാകുന്നത്. ഓരോ അലോട്ട്മെൻറ്റുകളും നമ്മുടെ റാങ്ക് വരികയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ പൈസ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പൈസ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ ഏതാണ്ട് 25,000 രൂപയ്ക്ക് അടുത്താണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. തമിഴ്നാട്ടിൽ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് കിട്ടുന്നതെങ്കിൽ 18,000 രൂപയാണ് നമുക്ക് ഫീസ് വരുന്നത്. കർണാടകത്തിലെ ഗവൺമെൻറ് മേഖലയാണെങ്കിൽ 75,000 രൂപയാണ് വാർഷിക ഫീസായിട്ട് വരുന്നത്. ESI കോളേജുകളിൽ ESI IP അല്ലാത്തവരാണ് എടുക്കുന്നതെങ്കിൽ 1,00,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ESI IP ആയിട്ടാണ് ചേരുന്നതെങ്കിൽ 24,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള 19 കോളേജുകളിലും ഓരോ കോളേജിലും ഓരോ ഫീസാണ്. ഒരു കോളേജിൽ പല ഫീസില്ല, ഒറ്റ ഫീസേ ഉള്ളൂ. അവിടെ പിന്നെ NRIക്ക് മാത്രമേ വേറെ ഫീസുള്ളൂ. 19 കോളേജിലും NRIക്ക് ഏതാണ്ട് 21.5 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരിക്കും. അത് ഒരേ ഫീസാണ് 19 കോളേജിലും. പക്ഷേ ബാക്കിയുള്ള 85% സീറ്റുകൾക്കും ഓരോ കോളേജിലും അവരുടെ ഒരു വർഷത്തെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 7.5 ലക്ഷം മുതൽ 9.5 ലക്ഷം വരെയാണ് വിവിധ കോളേജുകളുടെ ഫീസ്. അത് അലോട്ട്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അലോട്ട്മെൻറ്റിനകത്ത് കാണാം. നമ്മളുടെ ഓപ്ഷൻ നേരെ ഓരോ കോളേജ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് 8 ലക്ഷം, ജൂബിലി മെഡിക്കൽ കോളേജ് 8 ലക്ഷം, MES മെഡിക്കൽ കോളേജ് ഇത്ര രൂപ, ഗോകുലം മെഡിക്കൽ കോളേജ് ഇത്ര രൂപ, നമ്മുടെ ഓപ്ഷനിൽ തന്നെ കാണാം ഫീസ് എത്രയാണെന്ന് കാണാം. അവിടെ സംശയമൊന്നും വരില്ല. അപ്പോൾ ഏതാണ്ട് 7.5 ലക്ഷം മുതൽ 9.5 ലക്ഷം രൂപ വരെയാണ് വിവിധ കോളേജുകളിലെ ട്യൂഷൻ ഫീസ്. ഇത് എപ്പം ഏത് റൗണ്ടിൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയോ തൊട്ടടുത്ത ദിവസം നമ്മൾ കോളേജിൽ എൻട്രൻസ് കമ്മീഷണർക്ക് 1 ലക്ഷം അടയ്ക്കണം. ബാക്കിയുള്ള തുക നമുക്ക് കോളേജിൽ കൊണ്ടുപോയി അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അടുത്ത റൗണ്ടിൽ കോളേജ് മാറ്റം കിട്ടിയാൽ ഈ കോളേജിൽ നിന്ന് നമ്മൾ ആ പൈസ തിരികെ മേടിച്ച് പുതിയ കോളേജിൽ കൊണ്ട് കൊടുക്കും. അതിന് നമുക്ക് 2 തവണത്തെ ഫീസും നമ്മൾ കൈ കരുതണ്ട. ഈ കോളേജിൽ നിന്ന് പൈസ മേടിച്ച് നമുക്ക് അടുത്ത കോളേജിൽ കൊടുക്കാനുള്ള സാവകാശം ലഭിക്കും. അപ്പോൾ ഇതാണ് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ട്യൂഷൻ ഫീസ്. അഡീഷണൽ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഗവൺമെൻറ് മേഖലയാണെങ്കിൽ നമ്മൾ 25,000 രൂപ ഫീസായിട്ട് അടച്ചാൽ അഡീഷണൽ ആയിട്ട് നമുക്ക് മൊത്തം ചിലവ് ഒരു 20,000 രൂപയോളം നമുക്ക് ചിലവ് വരും. കാരണം ലൈബ്രറി ഫീസും കോഷൻ ഡിപ്പോസിറ്റും സ്റ്റഡി മെറ്റീരിയലും എല്ലാം കൂടെ നമുക്കൊരു ചേരാൻ ചെല്ലുമ്പോൾ ഒരു 20,000 രൂപയോളം ഏറ്റവും കൂടുതൽ നമുക്കാകും. സ്വകാര്യ മേഖലയിലാണെങ്കിൽ ഏതാണ്ട് 1.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ പല കോളേജുകളും അവരുടെ ചെലവിനനുസരിച്ച് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെയുള്ള ഫീസുകൾ
മേടിക്കുകയും ചെയ്യും. ഇതെല്ലാം നമ്മൾ ഓരോ വർഷവും നമ്മൾ അടച്ചുകൊണ്ടിരിക്കുക. അതിൽ ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നു, അവിടെ കോളേജിൽ ചേരാൻ ചെല്ലുമ്പോൾ ബാക്കി അവർ പറയുന്ന എമൗണ്ട് എത്രയാണോ അത് അടയ്ക്കുന്നു. അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടല്ല, ഒരുമിച്ചാണ് നമ്മൾ ഓരോ ആഗസ്റ്റ് മാസത്തിലും അടയ്ക്കുകയും ചെയ്യേണ്ടത്. സർ, അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് അടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ കരുതി വെക്കേണ്ട ഒന്നാണ് സർട്ടിഫിക്കറ്റുകൾ. തീർച്ചയായിട്ടും പുതിയതായിട്ട് ഏതെങ്കിലുമൊക്കെ എടുക്കണോ എന്നുള്ളൊരു സംശയം വരും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മുൻകരുതലോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്, കേരളത്തിലെ അലോട്ട്മെൻറ്റ്, ഇതിന് പല സർട്ടിഫിക്കറ്റുകൾ തമ്മിൽ വ്യത്യാസവുമുണ്ട്. ഉദാഹരണത്തിന് OBC സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തഹസീൽദാർ എന്നുള്ളതാണ് വേണ്ടത്. എന്നാൽ കേരളത്തിലെ അഡ്മിഷൻ ആണെങ്കിലോ വില്ലേജ് ഓഫീസറിൽ നിന്നാണ് വേണ്ടത്. അപ്പം ആ സർട്ടിഫിക്കറ്റുകളുടെ വ്യത്യാസം നമ്മൾ ഓർത്തിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. ഇനി ഇതിൻ്റെ ഒരു സമയം, ഇതിന് വാലിഡിറ്റി, ഇപ്പം ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മെഡിക്കൽ അലോട്ട്മെൻ്റ് ആണെങ്കിൽ 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഇപ്പം നമുക്കറിയാം JEE മെയിൻ JEE അഡ്വാൻസ്ഡ് ഒക്കെ ആണെങ്കിൽ 2024 ഏപ്രിൽ 1 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ OBCക്കൊക്കെ സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ മെഡിക്കലിന് അങ്ങനെയില്ല. അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന സമയം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സമയത്ത് ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടായാൽ മതിയാകും. അത് ഓൺലൈൻ വേണോ ഓഫ്ലൈൻ വേണോ ഏതുമാകാം. അക്ഷയയിൽ നിന്ന് കിട്ടുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റോ നേരിട്ട് തഹസീൽദാരിൽ നിന്ന് എഴുതി മേടിക്കുന്ന ഓഫ്ലൈൻ സർട്ടിഫിക്കറ്റ് ഏത് വേണമെങ്കിലും ആകാം. ഇന്നതൊന്നൊന്നുമില്ല. ഓൺലൈൻ ആകാം, ഓഫ്ലൈൻ ആകാം. 1 വർഷം വാലിഡിറ്റി ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും. കീമിന് നമ്മളിപ്പോൾ ഓൾറെഡി സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒറിജിനലാണ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒന്നാമത് വേണ്ടത് നീറ്റിൻ്റെ ഹോൾ ടിക്കറ്റ്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരെണ്ണം എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഒന്നാമത്തെ ഒരു പേജ് മാത്രം മതി. രണ്ടാമത്തെ പോസ്റ്റ് കാർഡ് സൈസ് ഒട്ടിക്കുന്നൊന്നും വേണ്ട. ഒന്നാമത്തെ ഒരു പേജിനെയാണ് ഇനി നീറ്റിൻ്റെ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് പുതിയൊരു ഫോട്ടോ താഴെ ഒട്ടിച്ച് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇട്ട് നമ്മളുടെ സിഗ്നേച്ചറൊക്കെ ഇട്ട് വെക്കുക. അപ്പോൾ നീറ്റിൻ്റെ ഹോൾ ടിക്കറ്റ് എവിടെ പോയാലും നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. രണ്ടാമതായിട്ട് വേണ്ടത് നമുക്ക് സ്കോർ കാർഡ്. ജൂൺ 14 നമ്മുടെ നീറ്റിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടും. ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുമ്പോൾ നീറ്റിൻ്റെ സ്കോർ കിട്ടും. അതിനെയാണ് നീറ്റിൻ്റെ സ്കോർ കാർഡ് എന്ന് പറയുന്നത്. ഏതൊരു അഡ്മിഷനും ഇതും വേണം. അപ്പോൾ ഹോൾ ടിക്കറ്റ്, നീറ്റിൻ്റെ സ്കോർ കാർഡ്. ഇനി കേരള വഴിയുള്ള അഡ്മിഷൻ ആണെങ്കിൽ കേരള മെഡിക്കൽ ഇത്രയാണെന്ന് കാണുന്നതാണ് കേരളത്തിലെ ഡേറ്റ ഷീറ്റ്. അപ്പോൾ ഓൾ ഇന്ത്യ അഡ്മിഷൻ ആണെങ്കിൽ നീറ്റിൻ്റെ സ്കോർ കാർഡ് മാത്രം മതി. അതിനകത്ത് ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട്. പക്ഷേ കേരള റാങ്ക് അറിയാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും അലോട്ട്മെൻറ്റ് സമയമാകുമ്പോൾ കേരളത്തിൻ്റെ ഡേറ്റ ഷീറ്റ് കിട്ടും. കേരള മെഡിക്കൽ റാങ്ക് എത്രയാണ്, കേരളത്തിൽ എന്ത് റിസർവേഷൻ ഉണ്ടെന്നുള്ളത്. അതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ്. പിന്നെ വേണ്ടത് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും 12ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒറിജിനൽ തന്നെ വേണം. പിന്നെ വേണ്ടത് TC. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഡിഗ്രി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ BTech പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ ആയുർവേദം പഠിച്ചവരായിരിക്കാം. ഭൂരിഭാഗം പേരുടെയിലും +2ൻ്റെ TC ഉണ്ട്. അപ്പോൾ TCയുടെ ഒറിജിനൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് കോണ്ടാക്റ്റ്. ഇപ്പോൾ റിപ്പീറ്റ് ഒക്കെ ചെയ്തവരാണെങ്കിൽ ഈ പഴയ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വാലിഡ് ഇല്ലല്ലോ. 6 മാസമല്ലേ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉള്ളൂ. അതുകൊണ്ട് പുതിയ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എടുക്കണം. +2 പ്രിൻസിപ്പൾ തരുമെന്നുണ്ടെങ്കിൽ +2 പ്രിൻസിപ്പളിൻ്റെ കോണ്ടാക്ട് തന്നെ മതി. റിപ്പീറ്റേഴ്സും +2 ഇപ്പം കഴിഞ്ഞവർക്ക് ഇപ്പോഴത്തെ കോണ്ടാക്ട് തന്നെ ഉപയോഗിക്കാം. 6 മാസം വാലിഡിറ്റി ഉണ്ട്. ഇനി റിപ്പീറ്റേഴ്സിന് +2ൻ്റെ പ്രിൻസിപ്പൾ കോണ്ടാക്ട് തരുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറുടെ എന്നുള്ള കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് മതി. അപ്പോൾ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളതുകൊണ്ട് 10ാം ക്ലാസ്സിൻ്റെ ഒറിജിനൽ ഉള്ളതുകൊണ്ട് എല്ലാവരും അത് തന്നെ മേടിക്കുകയുള്ളൂ. പിന്നെ വാലിഡ് ID പ്രൂഫ്, ആധാറോ പാസ്പോർട്ടോ പാൻ കാർഡോ ആധാറോ ആധാർ എൻറോൾമെൻറ്റ് ഫോമോ അങ്ങനെയുള്ളൊരു ഒറിജിനൽ ID പ്രൂഫ് ഉണ്ടായിരിക്കണം. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിൽ നിന്നുള്ള എല്ലാവരും കൊണ്ടുചെല്ലണം. ബോണ്ടിൻ്റെ പേപ്പർ കണ്ടിരുന്നാൽ മതി. അത് 200 രൂപ മൂല്യമുള്ള ഒരു 2 സെറ്റ് മുദ്രപത്രം നമ്മളുടെ കയ്യിൽ ഉണ്ടായാൽ മതിയാകും. മാറ്ററൊക്കെ കോളേജിൽ നിന്ന് തരും, അപ്പോൾ അത് മതിയാകും. ഇനി കേരളത്തിൽ പ്രധാനപ്പെട്ട കേരള അലോട്ട്മെൻ്റ് ആണ്. കേരളത്തിൽ പ്രധാനപ്പെട്ട എന്താണ്? നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കേരളത്തിൽ ജനിച്ചെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്. അപ്പോൾ കീമിന് എന്തൊക്കെയാണോ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എല്ലാം ഒറിജിനൽ കേരളത്തിൽ വേണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. OBC ആണെങ്കിൽ വില്ലേജ് ഓഫീസർ എന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. ഇനി സെൻട്രൽ അലോട്ട്മെൻ്റ് ആണെങ്കിലോ തഹസീൽദാർ എന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. അപ്പം റിസർവേഷൻ എന്താണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി കൂടുതലായിട്ട് അപ്പോൾ ഇപ്പം ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകളാണ്. നമുക്കൊരു ഓർഡറിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിൻ്റെ ഹോൾ ടിക്കറ്റ്, നീറ്റിൻ്റെ സ്കോർ കാർഡ്, 10ാം ക്ലാസ് 12ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അത്രയും നമ്മൾ പറഞ്ഞു.
റിസർവേഷൻ ഏതാണോ ഉള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇനി വേണ്ടത് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു 8-10 പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആണെങ്കിൽ ഇവിടെ +1 +2 പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ +1 +2 മറ്റുള്ള സംസ്ഥാനങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം എയിംസ്, ജിപ്മർ അല്ലെങ്കിൽ ഡീംഡ് കോളേജുകൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നമുക്ക് നേരിട്ട് നമ്മുടെ +2 അവിടെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലാണ് പഠിക്കുന്നതെങ്കിൽ CBSEയും ISEയും അവർ അംഗീകരിച്ചിട്ടുണ്ട്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട. പക്ഷേ ഇവിടെ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികളാണെങ്കിൽ തമിഴ്നാട് MGR യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി എടുക്കണം. അതിൻ്റെ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് സമയമാകുമ്പോൾ വന്നോളും, MGRൻ്റെ സൈറ്റിൽ വന്നോളും. അതിൻ്റെ എലിജിബിലിറ്റി ഓൺലൈനായിട്ട് എടുക്കാം. കർണാടകയിലാണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി എടുക്കേണ്ടത്, അത് അലോട്ട്മെൻറ്റ് സമയമാകുമ്പോൾ എടുത്താൽ മതി. ഇതൊക്കെ ഓൺലൈനായിട്ട് കിട്ടും. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടുതലായിട്ട് എടുക്കണം ഇവിടെ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾ. പിന്നെ കേരളത്തിലാണെങ്കിൽ ഫീസ് അടച്ച റെസിപ്റ്റ്, നമ്മളിപ്പോൾ ഓൺലൈൻ വഴി അടയ്ക്കുമ്പോൾ അതിൻ്റെ റെസിപ്റ്റ് കിട്ടും, ഫീസ് അടച്ച റെസിപ്റ്റ്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് ആണെങ്കിലോ അതാത് കോളേജുകളിലാണ് ഫീസ് അടയ്ക്കുന്നത്, അപ്പോൾ അതിൻ്റെ റെസിപ്റ്റ് ആ സമയത്ത് തന്നെ കിട്ടിക്കോളും. ഇത്രയേ ഉള്ളൂ നമ്മൾ പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സർട്ടിഫിക്കറ്റും നമ്മുടെ കയ്യിൽ ഉള്ളതാണ്. ഇതിൻ്റെ കുറച്ച് കോപ്പി, ഒരു 2-3 കോപ്പി എടുത്ത് സെറ്റ് എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചാൽ മതിയാവും. സാർ അതുപോലെ തന്നെ ഒരു വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത അല്ലെങ്കിൽ 2 വർഷങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആവശ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ അത്യാവശ്യമുണ്ട് അല്ലേ, എന്താണ് ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് എന്ന്. നമുക്കിപ്പോൾ വിദേശ പഠനത്തിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ കണ്ടിന്യൂഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ 12-ന് ശേഷം 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത്. ഈവൻ എൻട്രൻസ് കോച്ചിങ് ആണെങ്കിൽ അത് എൻട്രൻസ് കോച്ചിങ് ആണെന്ന് കാണിച്ചാൽ മാത്രം മതിയാവും. അപ്പം ഇപ്പോൾ ബെർലിനിലാണ്, ബെർലിനിൽ എൻട്രൻസ് കോച്ചിങ് എന്നുള്ള ബെർലിൻ്റെ ലെറ്റർ ഹെഡിലുള്ള സർട്ടിഫിക്കറ്റ് മതി. അതിനെയാണ് ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മെഡിക്കൽ അലോട്ട്മെൻറ്റിന് അതിൻ്റെ ആവശ്യമില്ല. ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആണെങ്കിലും കേരളത്തിലെ അലോട്ട്മെൻ്റ് ആണെങ്കിലും കീം വഴിയുള്ളതാണെങ്കിലും ഗവൺമെൻറ് മേഖലയാണെങ്കിലും എയിംസ് ആണെങ്കിലും ജിപ്മർ ആണെങ്കിലും ഒന്നും ഗ്യാപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. +2-ന് ശേഷം കഴിഞ്ഞ വർഷം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യമില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ESI IP മേഖലകൾക്ക് IP ഇൻഷുർഡ് പേഴ്സൺ ആണെങ്കിൽ അവർക്കിത് വേണം, കഴിഞ്ഞ വർഷം എന്ത് ചെയ്യായിരുന്നു വേണം. അതിന് ബെർലിൻ്റെ ലെറ്റർ പാഡിലുള്ള സർട്ടിഫിക്കറ്റ് മതിയാകും. ഇതല്ലാതെ ഒരലോട്ട്മെൻറ്റിനും റിപ്പീറ്റേഴ്സിന് ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് വേണ്ട. ഇനി AFMCയിൽ ചെന്നാൽ അവിടെ ഗ്യാപ്പ് കാണിക്കണം, പക്ഷേ അത് അവിടുന്ന് തന്നെയുള്ള നോട്ടറിയാണ് കാണിക്കേണ്ടത്. അതിന് ബെർലിൻ്റെ എന്നുള്ളത് പോരാ. ബെർലിൻ്റെ എന്നുള്ള സർട്ടിഫിക്കറ്റ് നോട്ടറിയെ കാണിക്കാം, എന്നിട്ട് നോട്ടറി മുദ്രപത്രത്തിൽ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് അവിടുന്ന് തന്നെ തന്നോളും. അതല്ലാതെ വേറെങ്ങും ഈ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും റിപ്പീറ്റർ ആണെങ്കിലും +2-ന് ശേഷം എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഉദിക്കുന്നതേ ഇല്ല. പക്ഷേ വിദേശ പഠനത്തിന് പോകുമ്പോൾ ഈ +2-ന് ശേഷം എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് അനിവാര്യവുമാണ്. അതുപോലെ ശിവൻ സാർ, മെഡിക്കൽ ഫിറ്റ്നസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേരൻസും വിദ്യാർത്ഥികളും ചോദിക്കും. കേരള അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കീം വെച്ചിട്ടാണ് നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിലോ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലാണെങ്കിൽ നിർബന്ധമായിട്ടും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. അതിന് നമ്മൾ നമ്മുടെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ നമ്മൾ MBBS പഠനത്തിനാണ് പോകുന്നത് അല്ലെ BDS പഠനത്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് 100 രൂപയൊക്കെ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ, അവിടെ ഫീസുണ്ട്, അത് അടച്ചു കഴിഞ്ഞാൽ ഒരു അസിസ്റ്റൻറ്റ് സർജൻ്റെ മുകളിലുള്ള ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം. അത് നമുക്ക് ഇഷ്യൂ ചെയ്യും. അവരുടെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക് അങ്ങനെയുള്ളതെല്ലാം നോക്കിയിട്ട് മെഡിക്കൽ ഫിറ്റാണ്, MBBS പഠനത്തിനുള്ള യോഗ്യത ഉണ്ടെന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരും. അതൊരു എസെൻഷ്യൽ രേഖയാണ്. രണ്ടാമതായിട്ട് വേണ്ടത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ്. അപ്പം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും കീമിന് ചോദിക്കും. കേരള അലോട്ട്മെൻ്റ് ആണെങ്കിൽ കുട്ടിക്കാലത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ MMR, ഹെപ്പറ്റൈറ്റിസ് B പോലെയുള്ളതിൻ്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അത് പക്ഷേ ഈ ഹോസ്പിറ്റലിൽ നിന്നൊന്നും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഡോക്ടറുടെ ലെറ്റർ പാഡിലാണെങ്കിലും മതിയാകും. ലെറ്റർ പാഡിൽ ഇന്ന വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചാൽ മതി. ഇനി അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ MBBS പഠനത്തിലല്ലേ പോകുന്നത്, അവിടുന്ന് എടുക്കാനും സമ്മതിക്കും. അപ്പോൾ ഫിറ്റ്നസ് കൂടാതെ വേണ്ടത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അസിസ്റ്റൻറ്റ് സർജൻ്റെ മുകളിൽ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെ നിർബന്ധമായിട്ടും എടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി തന്നു. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് പോകുമ്പോൾ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ഏറ്റവും പ്രധാനമായി കയ്യിൽ കരുതേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യങ്ങൾ ശിവൻ സാർ എല്ലാവർക്കും പറഞ്ഞു തരികയുണ്ടായി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ശിവൻ സാർ ഓരോ കാര്യവും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും വ്യക്തമാക്കി തരുന്നത്. ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ നിരവധി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഉണ്ടാവാം. അതിനെല്ലാം കൃത്യമായ ഉത്തരവുമായി, വ്യക്തമായ ഉത്തരവുമായി, നമ്മളിപ്പോഴും പറയുന്ന പോലെ
ആധികാരികമായ ഉത്തരവുമായി ശിവൻ സാർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.